ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന്. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് ഇന്നത്തെ സന്തോഷം എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ എനർജി ഇന്ന് എന്ത് വിധത്തിലാണ്, ഏത് കാര്യത്തിലാണ് വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ടവറാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾ പല കാര്യങ്ങളിലും ഇപ്പോഴും ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് പോയ പരാജയങ്ങൾക്ക്, അപ്രതീക്ഷിതമായ അവിചാരിതമായ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ചിലരൊക്കെ ഇപ്പോഴും ചില കാര്യങ്ങളിൽ സ്റ്റക്കാണ്. അതാണ് ഇവിടെ ഈ ഒരു എനർജി വന്നത്. കണ്ടില്ലേ, എല്ലാം നശിച്ചു പോയ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു പോയി. വലിയ വളരെ ആകാംക്ഷയോടുകൂടി, വളരെ ആഗ്രഹങ്ങളോടുകൂടി കെട്ടിപ്പൊക്കിയ ചില സൗധങ്ങൾ, മണിമന്ദിരങ്ങൾ ഒക്കെയും തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച നോക്കി നിൽക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി നോക്കി നിൽക്കുകയാണ്. ഇതെല്ലാം പെട്ടെന്ന് ഇടിമിന്നലിൽ തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച. പെട്ടെന്നല്ലേ, പ്രകൃതിക്ഷോഭം ഒക്കെ ഉണ്ടാകുന്നത് പെട്ടെന്നാണ് അല്ലെ. അപ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്രതീക്ഷിതം, അവിചാരിതം, നിങ്ങൾ വിചാരിക്കാതെ തന്നെ ഓരോരോ കാര്യങ്ങളും, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, സാമ്പത്തിക നഷ്ടം, ജോലി നഷ്ടം, വാഹന നഷ്ടം, വീട് ജപ്തിയാകൽ, കോടതി കേസുകൾ, ഇത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു മാറ്റമാണ് വരേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമോ എന്ന് നോക്കാം. അതുപോലെ ഒരുപാട് അസുഖങ്ങളിൽപ്പെട്ടവർ ഒക്കെ ഒരുപാട് കാലം കൊണ്ട് മരുന്ന് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ എനർജി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടുമോ എന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. എന്തൊക്കെയോ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. കണ്ടോ, വളരെയധികം. അപ്പൊ ഇവിടെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നഷ്ടങ്ങൾ വന്നു എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. സ്റ്റക്കാണ്, പല കാര്യങ്ങളിലും സ്റ്റക്കാണെന്നും കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മുന്നോട്ട് വരുന്നവർ നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? പുതിയൊരു ലൈഫിലേക്കുള്ള പോക്കാണ് ഇല്ലേ. പുതിയൊരു ജീവിതം ഉയർത്തെഴുന്നേറ്റ് വരികയാണ് ഇവിടെ. ഈ നഷ്ടങ്ങളിൽ നിന്നും, തകർന്ന് തരിപ്പണമായ ഇടങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്നു. നിങ്ങൾക്ക് അതിനായിട്ട് ഇവിടെ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് ഒത്തിരി പ്രേ ചെയ്തിരുന്നു. എനിക്ക് ഇനി ഒരു ജന്മം തരുമോ, നല്ലൊരു ജന്മം തരുമോ, എന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ, ഇത്തരത്തിലുള്ള കടബാധ്യതകളിൽ നിന്നും മോചിപ്പിക്കണമേ, നാശനഷ്ടങ്ങളിൽ നിന്നും, ബന്ധങ്ങളിൽ നിന്നും ഒക്കെ, ബന്ധനങ്ങളിൽ നിന്നും എല്ലാം എന്നെ ഒന്ന് മോചിപ്പിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു രണ്ടാമതൊരു ജന്മം വരുന്നുണ്ട്. രണ്ടാമതൊരു ന്യൂ ചാപ്റ്റർ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു നെക്സ്റ്റ് അധ്യായം, നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ തുടക്കം കുറിക്കുന്നു. നല്ല ഒരു അധ്യായം. ഇത് വളരെയധികം പോസിറ്റീവായ രീതിയിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് തരുന്ന അതുപോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടല്ലേ, നിങ്ങൾക്കൊരു നല്ല ഒരു സുഖപ്പെടുത്തൽ പോലെയാണ്. നിങ്ങൾ രണ്ടാമതൊരു ലൈഫിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ്. പുതിയൊരു ജന്മം, പുതിയൊരു ലൈഫ്, അതാണ്. പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പലർക്കും അത്തരത്തിലുള്ള എനർജിയിലേക്ക് വരാൻ സാധിക്കുന്നു. ഇവിടെ കണ്ടില്ല, ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങൾ പല കാര്യങ്ങളിലേക്കും പുറപ്പെടുന്നുണ്ടാവാം. മനസ്സിലായി? നിങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ പ്രത്യേകിച്ച് കാണാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടാവാം.
പല കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കാൻ ആൾക്കാർ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് വരുന്നുണ്ടാകും. നിങ്ങളുടെ സഹായം അവർക്ക് അത്യാവശ്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം അത്യാവശ്യമാണെങ്കിൽ അത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പല വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ അവസരങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അത്തരത്തിലുള്ള ചില സന്തോഷങ്ങൾ വന്നു ചേരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നെടുക്കാനുള്ള സമയമായിരിക്കുന്നു. വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങൾ കാത്തിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് ഇനി എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഹാങ്ഡ് മാൻ ആണ്. പല കാര്യങ്ങളിലും നിങ്ങൾ എന്താണ് ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത്, ഇത്ര വരെ വന്നു, ഇത്ര വരെ ജീവിതം കൊണ്ടുവന്നു, ഇനി എന്തോ പ്രശ്നങ്ങളുണ്ട്, ഇനി മുന്നോട്ട് പോകാൻ ചില കാര്യങ്ങളിൽ തടസ്സം അനുഭവപ്പെടുന്നുണ്ട്, അത് എന്താണ് വേണ്ടത്, എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്ന് ചിന്തിക്കുന്ന എനർജിയാണ്. പക്ഷെ ഇവിടെ ഒരു അവയർനെസ് നിങ്ങൾക്ക് വരാതിരിക്കില്ല. കാരണം തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിപ്പോൾ കുഴഞ്ഞു പറഞ്ഞ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് മൂവ് ഓൺ ആവുന്നു, മുന്നോട്ട് വരാതിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദൈവികമായ അനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ തന്നെ ക്യൂൻ ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം തീർച്ചയായിട്ടും കണ്ടില്ല, ഇവിടെ നിങ്ങളുടെ തീരുമാനങ്ങൾ ഉറച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്നു. ഫ്രീഡം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് നടപ്പിലാക്കാൻ ഇവിടെ ഇനി ഏതാനും സമയം കൂടെ മാത്രമേ ഉള്ളൂ. അതിനുള്ള സമയമായിരിക്കുന്നു. മനസ്സിലായി? നിങ്ങൾ ഇവിടെ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ, നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ചില സ്ഥാനമാനങ്ങൾ ഉണ്ടാവാം. അവിടെ നിങ്ങൾ അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫ്രീഡം കിട്ടുന്നുണ്ട്. ആരുടെയും അനുവാദമില്ലാതെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് പുറപ്പെടാൻ സാധിക്കുന്നു. ആരോടും ഒന്നും ചോദിക്കാതെ, മനസ്സിലായി? ആരോടും അനുവാദം ഒന്നും ചോദിക്കാതെ സ്വന്തം കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനുള്ള സമയം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നു. ഇതുവരെ അങ്ങനെയല്ലായിരുന്നു. ഇതുവരെ മറ്റുള്ളവരുടെ ഒക്കെ കേട്ട് മറ്റുള്ളവരോട് ചോദിച്ചും പറഞ്ഞിട്ടും വേണമായിരുന്നു ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പുറപ്പെടാൻ. ഇനി അങ്ങനെ നിങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ജീവിതത്തിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു. അല്ല എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബുദ്ധിപരമായിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ലൈഫിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു, ഇത്തരത്തിലുള്ള ഒരു സക്സസിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് അടുത്തായിട്ട് എന്താണെന്ന് നോക്കാം. ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. എന്തൊക്കെയോ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിന് തീരുമാനമെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലതുപോലെ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു അവസരങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ വരികയാണ് ചെയ്യുന്നത്. ദൂരെ നിന്നും ചില അവസരങ്ങൾ വരുന്നുണ്ട്. അതുമല്ല എങ്കിൽ ദൂരെ നിന്നും നിങ്ങളെ കാണാൻ ആരെങ്കിലുമൊക്കെയോ വരുന്നുണ്ട്. സ്നേഹത്തോടുകൂടി ലവ് പ്രപ്പോസ് ചെയ്യാനായിരിക്കാം. ചിലപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് സ്നേഹം തരാൻ വേണ്ടിയുള്ള വരവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കെയറിങ് തരാനായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവണം. ചിലപ്പോൾ ഏത് പ്രായവുമായിക്കോട്ടെ, നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഒരു പാർട്ട്ണർ വരണം, നല്ലതുപോലെ എന്നെ സ്നേഹിക്കണം, എനിക്ക് നല്ലതുപോലെ ഒരു കെയർ കിട്ടണം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു കെയറിങ്ങിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച ചില വ്യക്തികൾ, നല്ലതുപോലെ ദൈവാനുഗ്രഹമുള്ള ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ല എങ്കിൽ നിങ്ങളിലേക്ക് ഒരു ലവ് പ്രപ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മാര്യേജ് പ്രപ്പോസലും ആവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കിടക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള വരവായിരിക്കാം. മനസ്സിലായോ? അങ്ങനെ നിങ്ങളിലേക്ക് ആരോ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഹെറോഫെന്റിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഹെറോഫെന്റ് എന്ന് പറയുമ്പോഴെന്താണ്, നിങ്ങൾക്ക് പ്രപഞ്ച സത്യം അറിയാവുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് പല വ്യക്തികളെയും മുന്നോട്ട് നയിക്കാനുള്ള കഴിവുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്
അവരെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഡിവൈൻ മസ്കുലൈൻ എനർജിയാണ്. ഈ ഒരു മസ്കുലൈൻ എനർജിയിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ് ആകാനുള്ള കഴിവ്, അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്നാലും മറ്റുള്ളവരുടെ എനർജി മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നുണ്ട്, പ്രവർത്തിക്കാനും കഴിയുന്നുണ്ട്. എന്താണോ അവിടെ ആ സമയത്തേക്കുള്ള നിർദ്ദേശം കൊടുത്ത് മറ്റുള്ള ആൾക്കാരെ നല്ല വഴിയിലേക്ക് നയിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴും കണ്ടില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് 2-3 പേർ കൂടി ചേർന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഒരു പുതിയ സംരംഭം തുടങ്ങാനുള്ള ആഗ്രഹം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് അതിന്റെ വരുമാനം എടുത്ത് യജമാനനും കൂടെ കൊണ്ടുകൊടുത്തിട്ട് അതിൽ നിന്നും കിട്ടുന്ന ലാഭം അതുകൊണ്ട് സുഖമായിട്ട് കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. അതുവഴി നിങ്ങളിലേക്ക് പ്രോസ്പെറിറ്റി, ഐശ്വര്യം ഒക്കെ ധാരാളമായിട്ട്, സമൃദ്ധിയും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ ജോലി ചെയ്ത് കിട്ടുന്നത് യജമാനനെ ഏൽപ്പിക്കുന്നു. അവർ നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട്? അവർ നിങ്ങൾക്ക് അതിന്റെ ലാഭം തരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലൂടെ നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തിട്ട് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ ആഗ്രഹിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ പുതിയ ജോലികളിലേക്ക് പുറപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം. ആരോടെങ്കിലും കൂടെ ചേർന്നിട്ടും അത് നേടിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് ഒത്തിരി കഷ്ടപ്പെടാൻ തയ്യാറെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കൂടിയും ഉത്സാഹത്തോടുകൂടി അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം അതുവഴി നിങ്ങളിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉത്സാഹപൂർവ്വം മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്, കണ്ടില്ലേ? ഈ കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ കാരണം നിങ്ങൾക്ക് അപ്പോൾ ചെറിയ ചെറിയ വരുമാനത്തിലൂടെ നിങ്ങൾക്ക് നല്ലതുപോലെ മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വെറുതെ കളയാതെ അത്യാവശ്യത്തിന് മാത്രം ചെലവാക്കി സേവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ചു കാലം കഴിയുമ്പോഴേക്കും നമ്മളിൽ ഒരുപാട് ബാലൻസ് ഉണ്ടാവുന്നതാണ്. സാമ്പത്തികം നമ്മുടെ അത്യാവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അതുപോലെ നിങ്ങളും പ്ലാൻ ചെയ്യുന്നു, നിങ്ങളും അതുപോലെ തന്നെ സമ്പത്തിന്റെ രാജാവായി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചെറിയ ചെറിയ ജോലികൾ ഇപ്പോൾ ഉള്ള എത്ര വലിയ ധനികരുണ്ട്, അവരൊക്കെ ചെറിയ ചെറിയ ജോലികൾ ചെയ്താണ് മുന്നോട്ട് ഇത്രമാത്രം വലിയ ധനികരായി മാറുന്നത്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കും ചെറിയ ചെറിയ ജോലികളിലൂടെ വന്നിട്ട് അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതെ സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് വരിക, ഡിവൈനുമായിട്ട് കണക്റ്റ് ആവുക, എന്നിട്ട് നിങ്ങൾ ജോലി ചെയ്യുക. ജോലി ചെയ്തിട്ട് അതിന് സമ്പാദിച്ച് കുറച്ച് ഒരു വലിയ നിലയിലെത്താൻ നിങ്ങളെ കൊണ്ടും സാധിക്കും. നിങ്ങളെ കൊണ്ട് ഒരു കിങ് ആവാൻ സാധിക്കും. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ വാൻസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജിയാണ് എന്ന് കാണുന്നുണ്ട്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. എല്ലാവരുടെയും എനർജിയുമായിട്ട് ഇത് കണക്റ്റ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തായിട്ട് എന്താണ് നോക്കാം. ഇവിടെ 2 കാർഡ്സ് ഇതാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ല, 4 ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം ഇവിടെ നിങ്ങൾ ഇന്ന് റെസ്റ്റ് എടുക്കുന്ന എനർജിയാണ്, മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജി പറയാം. ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയിൽ ജോലി ചെയ്തിട്ട് തളർന്നിരിക്കുന്നു. അവിടെ നിങ്ങൾ ഇന്ന് വിശ്രമിക്കുന്ന എനർജി, പണിയായുധങ്ങളൊക്കെ ഒന്ന് താഴെ വെച്ചിട്ട് വിശ്രമിക്കുന്ന എനർജി. ഇങ്ങനെ നിങ്ങൾ ആവശ്യത്തിന് മാത്രം വിശ്രമം എടുത്തുകൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്. പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട്. നിങ്ങൾക്ക് ബാക്കിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ബാക്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ പിറകിൽ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നു, വിശ്രമിക്കുന്നു, ജോലി ചെയ്യുന്നു. മനസ്സിലായി? അല്ലാതെ വിശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് രാപകൽ അങ്ങ് വിശ്രമിക്കുക മാത്രമല്ല വേണ്ടത്. ശ്രമിക്കണം അത്യാവശ്യത്തിന്, എന്നിട്ട് ജോലി ചെയ്യുക.
ജോലി ചെയ്ത് ധനം ധാരാളമായിട്ട് സമ്പാദിക്കുക, കിങ് ഓഫ് പെന്റക്കിൾ ആവുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ വന്നിരിക്കുന്ന 6 ഓഫ് സോർഡ്സ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും. ഇവിടെ നിന്ന് ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന്, ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒത്തിരി നെഗറ്റീവായ എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ തങ്ങി നിൽക്കുന്നത് എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് എനർജീസ് ഉണ്ടാവാം. ഉറക്കം കിട്ടാത്ത ചില അവസരങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ വീട്ടിൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറുമ്പോൾ തലവേദന, വീട്ടിലുള്ളവരുമായിട്ട് ആകപ്പാടെ ബഹളം, പ്രശ്നങ്ങൾ, നെഗറ്റീവ് എനർജി എപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്നു, വരുമാനം ഒന്നിനും തികയുന്നില്ല, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും ബഹളത്തിൽ കഴിയുന്ന ചില ആൾക്കാരുണ്ടെങ്കിൽ, അഥവാ നെഗറ്റീവ് എനർജിയിൽ തിങ്ങി ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. മുന്നോട്ട് നിങ്ങൾക്കൊരു വിജയം ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഉണ്ടല്ലേ, ഈ ഒരു എനർജിയിൽ നിന്ന്, നെഗറ്റീവായ ഈ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ പോസിറ്റീവായ ചില സാഹചര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ താമസിക്കുന്നിടം നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടം നെഗറ്റീവ് എനർജി ആണോ, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരുന്നുണ്ടോ, അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ദുഃഖമാണോ തരുന്നത്, അത് അവിടെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം, ധനനഷ്ടമുണ്ടാവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ചിലപ്പോൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവണം, ഇത് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്, അല്ലേ? അപ്പൊ അവിടെ നിന്നുമൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മുന്നോട്ട് രക്ഷപ്പെട്ടു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കുറക്കൽ കാർഡ്സ് കൂടി എടുക്കാവേ. ഫൈറ്റിംഗ് ആണ്, കണ്ടില്ലേ? ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്നും ഫൈറ്റ് ചെയ്യുകയാണ് മുന്നോട്ട് വരാൻ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞതേ ഉള്ളൂ, നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുമെന്ന്, അല്ലെ? പലരും ഇവിടെ ഫൈറ്റ് ചെയ്യുകയാണ്. എന്തിന്? മുന്നോട്ട് വരാൻ വേണ്ടി, അല്ലെ? ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ വേണ്ടി ഇവിടെ ഫൈറ്റ് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കണം. അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. പലരും ഇവിടെ അതിനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ഫൈറ്റ് ചെയ്യാനുള്ള എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ബിയോണ്ട് ഇല്യൂഷനാണ്, ഇല്യൂഷനും അപ്പുറത്താണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ, ചക്രയുടെ ആക്ടിവേഷൻ ബിയോണ്ട് ഇല്യൂഷൻ ആണ്. കണ്ട, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നുണ്ട്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇത്തരത്തിലുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ്, എന്തുകൊണ്ടാണ് പരാജയങ്ങൾ ജീവിതത്തിൽ വന്നത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു പരിവർത്തനത്തിനുള്ള സമയമായിരിക്കുന്നു, ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു മാറ്റം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ്, മാനസികമായിട്ട് ശാന്തി, സമാധാനം ഒക്കെ ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ട്രസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. കണ്ടില്ലേ, ഇവിടെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ, അല്ലാതെ യാതൊരു രക്ഷയുമില്ല. മനസ്സിലായോ? അപ്പൊ യൂണിവേഴ്സിലുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ഒരിക്കലും നിങ്ങൾ പ്രപഞ്ചത്തെ വിശ്വസിക്കാതെ, പ്രപഞ്ചത്തെ അറിയാതെ നിങ്ങൾക്കൊരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ വരികയില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിരിക്കണം. ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസ് കാണുന്നതിലൂടെയും നിങ്ങൾക്കൊരു പരിവർത്തനം വരും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരും, വരാതിരിക്കില്ല. അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നത് എങ്കിൽ, ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നു കണ്ട് തീർച്ചയായിട്ടും ട്രസ്റ്റ് ചെയ്യുകയാണ്, യൂണിവേഴ്സ് എന്നെ താങ്ങിക്കൊള്ളും, എന്നെ യൂണിവേഴ്സ് രക്ഷിച്ചുകൊള്ളും, പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതൊക്കെ നന്മ നിറഞ്ഞ പ്രവർത്തികളാണ്.
മോശകരമായ സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ മോശകരമായ കാര്യങ്ങൾ ചെയ്തിട്ട് യൂണിവേഴ്സ് എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. നല്ല പ്രവർത്തികൾ തന്നെ ചെയ്യുക, നന്മ ചെയ്യണം. എന്നാൽ മാത്രമേ നന്മ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കൂ. മനസ്സിലായോ? നെന്മണി വിതച്ചാലേ നെന്മണി നമുക്ക് കൊയ്തെടുക്കാൻ പറ്റൂ. അല്ല, നമ്മൾ ചെയ്യുന്ന മോശകരമായ പ്രവർത്തികൾക്ക്, മോശകരമായ അനുഭവങ്ങൾ നമ്മളിലേക്ക് തിരിച്ചു വരും, വരാതിരിക്കില്ല. അതിന്റെ ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നല്ലത് ചെയ്യൂ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പഠിക്കൂ. ഇവിടെ യൂണിവേഴ്സിനെ വിശ്വസിക്കൂ, യൂണിവേഴ്സ് നമ്മളെ നോക്കിക്കൊള്ളും എന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ യൂണിവേഴ്സിലുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ കംപ്ലീഷൻ ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ വരും. എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളിൽ ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നോ കൂട്ടിച്ചേർക്കാൻ പറ്റും. പോയ കാര്യങ്ങളൊക്കെ എന്താണ്, തിരികെ വരും നിങ്ങളിലേക്ക്. സാമ്പത്തികം നഷ്ടപ്പെട്ടോ, ജീവിതം നഷ്ടപ്പെട്ടോ, പല കാര്യങ്ങൾ നഷ്ടപ്പെട്ടത് ഉണ്ടാവാം. അതിലൊക്കെ തിരിച്ചു വരേണ്ടത് എന്തൊക്കെയാണോ അത് തിരിച്ചു വരും, വരാതിരിക്കില്ല. വീണ്ടും നമുക്ക് ഇവിടെ കംപ്ലീഷൻ സംഭവിക്കും. വരേണ്ടതാണെങ്കിൽ, നിങ്ങൾക്കത് ലഭിക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിച്ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കർമ്മയുടെ ഭാഗമായിട്ടാണ് അത് അനുഭവിക്കേണ്ടി വരുന്നത്. മനസ്സിലായി? അല്ലാതെ വെറുതെ എനിക്കത് പോയെങ്കിൽ അത് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ അതിനായിട്ട് പ്രയത്നിക്കുക, നമുക്കതിന് ഫലം ദൈവം തരും എന്നുള്ളതാണ് വിശ്വസിക്കേണ്ടത് ആദ്യം. മനസ്സിലായത്? നമുക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ ലഭിക്കും. നമ്മളുടെ കർമ്മ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഏതൊരു സ്ഥലത്തിരുന്നാലും എവിടെ പോയാലും നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കും തീർച്ചയായിട്ടും. മനസ്സിലായോ? പാമ്പുകടിയേറ്റ് മരിക്കണമെന്ന് ഒരാളിന് വിധി ഉണ്ടെങ്കിൽ ആ വ്യക്തി എവിടെ ഏത് സ്ഥലത്ത് പോയാലും അവിടെ നിന്നും ആ പാമ്പുകടിയേറ്റ് തന്നെ മരിക്കും എന്ന് പറയുന്ന പോലെ പല അനുഭവങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ട് എവിടോട്ട് പോയോ അവിടെയും കർമ്മ. ഇവിടെ നിന്ന് പലരും വിചാരിക്കുന്നുണ്ട് വിദേശത്ത് പോയാൽ രക്ഷപ്പെടാമെന്ന്. പക്ഷെ പല കാര്യങ്ങളിലൂടെ ഒരുപാട് പ്രയത്നിച്ചിട്ടൊക്കെ വിദേശത്ത് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴോ തീർച്ചയായിട്ടും അവിടെയും അനുഭവിക്കേണ്ടി വരുന്നത് ദുരവസ്ഥയാണ്. അല്ലാതെ അവിടെ അങ്ങ് പെട്ടെന്ന് രക്ഷപ്പെടുകയില്ല. രക്ഷപ്പെടാനുള്ള വ്യക്തിയാണെങ്കിൽ ഇവിടെ നിന്നാലും രക്ഷപ്പെടും, അവിടെ പോയാലും രക്ഷപ്പെടും. നമ്മുടെ തലയിലെഴുത്ത് അല്ലെങ്കിൽ നമ്മുടെ കർമ്മ അനുസരിച്ചിരിക്കും നിങ്ങളുടെ വിജയത്തിന്റെ എഴുത്ത് എന്ന് പറയുന്നത്. മനസ്സിലായി? എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കൊരു കംപ്ലീഷൻ കിട്ടാറായിട്ടുണ്ട്, സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയോ പ്ലേഫുൾനെസ് ആണ്. പലപ്പോഴും ജീവിതത്തെ ഒത്തിരി സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമില്ല. കുറച്ചൊക്കെ കളിതമാശകൾ നിറഞ്ഞതായിരിക്കണം നിങ്ങളുടെ ജീവിതം. എപ്പോഴും ഗൗരവത്തോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കാൻ പാടില്ല, ഗൗരവത്തോടുകൂടി മറ്റുള്ളവരെ കാണാനും പാടില്ല. കുറച്ചൊക്കെ കളിതമാശകളാവാം. അതുവഴി നിങ്ങൾക്ക് വീണ്ടും ആരോഗ്യം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എനർജിയിലേക്ക് മുന്നോട്ട് പോകൂ എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നമ്മുടെ ഒന്ന് നോക്കിയാലോ. നമുക്കൊന്ന് പെൻഡിലും ഒന്ന് റീഡ് ചെയ്യാവേ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സാധ്യമാകുമോ എന്ന് നമുക്ക് നോക്കാം. വലിയ പെൻഡിലുമേ. എൻ്റെ വ്യൂവേഴ്സ് ആഗ്രഹിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം യെസ് ഓർ നോ ഓർ പോസിബിൾ ഒന്ന് കാണിച്ചു കൊടുക്കുമോ? യെസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.